ഹലോ, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ട്യൂഷൻ സ്റ്റഡി വിത്തിനെ ആയിട്ടാട്ടോ. ഞാൻ ഇതുവരെ തന്നെ ലൈഫിൽ ട്യൂഷന് പോയിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മെയ് മന്ത് മുതലാട്ടോ ഞാൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഒന്ന് വിചാരിച്ചു ഒരു സ്റ്റഡി വ്ളോഗൊക്കെ ആയിട്ട് ഇടാന്നുള്ളത്. പിന്നെ ഞാൻ ഒരു മിററിന്റെ അവിടെ സ്റ്റിക്കർ വെച്ചത് എൻ്റെ ഫേസ് നിങ്ങൾ കാണാതിരിക്കാനാട്ടോ. അപ്പോൾ ഒരു ഫേസ് റിവ്യൂലൊക്കെ കഴിഞ്ഞിട്ട് ഫേസ് കാണിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇംഗ്ലീഷൊക്കെ ഫസ്റ്റ് മുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഗ്രാമർ മുതൽ എടുക്കുന്നുണ്ട്. ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ അങ്ങനെ തന്നെയാണ്. അതിൽ പലതും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാവും. പക്ഷെ എന്നാലും ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കും കേട്ടോ. ഇംഗ്ലീഷ് ഗ്രാമറിലൊക്കെ ചിലതൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഇതിന്റെ ഫസ്റ്റത്തെ ക്ലാസ്സിന്റെ നോട്ടാട്ടോ. ഞാൻ ട്യൂഷന് ഫസ്റ്റ് ആയിട്ട് പോയതിന്റെ അന്നാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത്. ഇന്ന് എടുത്തിട്ടുള്ളത് ഇംഗ്ലീഷും പിന്നെ ഹിന്ദിയാണ് കേട്ടോ. എന്റെ പോലെ ലൈഫിൽ ഫസ്റ്റ് ടൈം ട്യൂഷന് പോകുന്നവരുണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യട്ടോ. ഞാൻ മാത്രമല്ലേ നോക്കാം. നമ്മുടെ ചാനലിൽ 400-500 സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. അപ്പൊ ഇത് വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്. നമ്മുടെ ചാനൽ ഒരു 1K അടിക്കണം എന്നാണ് എന്റെ ഡ്രീം. ഇനി ഞാൻ ഹിന്ദി ആയിട്ട് പഠിക്കുന്നത്. ഹിന്ദിയിൽ ഞാൻ വ്യഞ്ജനാക്ഷരങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതാണ് ഞാൻ പഠിക്കുന്നത്. വ്യഞ്ജനാക്ഷരങ്ങൾക്ക് ചില അക്ഷരങ്ങൾക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ഒരേ അക്ഷരം പോലെ കുറെ അക്ഷരങ്ങളുണ്ടല്ലോ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ചെറുതായിട്ട് നോയ്സ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണേ. അപ്പോൾ ഇത് ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പഠിച്ച് ചെല്ലാനൊക്കെ ഉണ്ട്. മാത്സിലാണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനൊക്കെ ഉള്ളത്. പിന്നെ സോഷ്യലൊക്കെയാണ്. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് പിന്നെ അറിയാം. ഇത് സ്ക്വയർ ആണ് കേട്ടോ. അപ്പോൾ 1 മുതൽ 25 വരെയുള്ള സ്ക്വയർ ഉണ്ട്. അപ്പോൾ അതും പഠിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീച്ചേഴ്സും എല്ലാവരും പറയുന്നത് 10േക്കാളും ടഫാണ് 9ാം ക്ലാസ് എന്നാട്ടോ. 9 നോക്കുമ്പോൾ 10 നല്ല സിമ്പിളാണെന്നാണ് ടീച്ചേഴ്സും എല്ലാവരും പറയുന്നത്. ട്യൂഷൻ്റെ ഇപ്പോൾ ചാപ്റ്റർ എടുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. സോഷ്യലൊക്കെ നല്ല സിമ്പിളാണ് ഫസ്റ്റത്തെ ചാപ്റ്റർ. കാരണം അത് 8ാം ക്ലാസ്സിലെ ബാക്കിയാണ്. 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സോഷ്യലിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ബാക്കിയാണ്, തുടർച്ചയാണ്. 9ാം ക്ലാസ്സിലെ സോഷ്യലിലെ ഫസ്റ്റ് ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്റർ മുതലാവും കുറച്ചുകൂടി ടഫ് ആവാനുള്ള ചാൻസ്. മാത്സ് ഒക്കെ ആണെങ്കിൽ എനിക്ക് നല്ല ടഫാണ്. അപ്പോൾ ഇനി മുതൽ നന്നായിട്ട് എഴുതി പഠിക്കണം. മാത്സിൽ എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് ക്ലിയർ ആവും, മനസ്സിലാവും. പക്ഷേ എക്സാമിൻ്റെ ടൈമിലേക്ക് ഒറ്റയ്ക്ക് ഒന്നും എഴുതുന്ന ടൈമിൽ അതെനിക്ക് എഴുതാനേ കിട്ടില്ല. പക്ഷെ മനസ്സിലാവും, പക്ഷെ നമുക്കത് എഴുതാൻ കിട്ടില്ല. എനിക്ക് ട്യൂഷൻ 11:15 വരെയാണ്. അപ്പോൾ 11:15 11:30 വന്നാൽ കുറേ സമയമുണ്ട്. അപ്പോൾ എനിക്ക് പഠിക്കാനായിട്ടൊരു ടൈം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ട്യൂഷൻ ഓരോന്നും പഠിക്കാറുള്ളതൊക്കെയാണ് ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഒരു വീഡിയോ ഇഷ്ടമായാലും എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.